ബ്രാൻഡ് ബുക്കിന്റെ റേഡിയോ മാഗസിനിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷം നമ്മുടെ ബന്ധങ്ങളെ എത്രത്തോളം ആശ്രയിച്ചിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സംതൃപ്തമായ ഒരു നല്ല ബന്ധത്തിന്റെ മനഃശാസ്ത്രമാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈയൊരു വാചകത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാമെങ്കിലും സത്യത്തിൽ ഇത് നമ്മുടെയെല്ലാം ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതായത്, ഒരു വ്യക്തിയുടെ സന്തോഷമെന്ന് പറയുന്നത് അവരുടെ പങ്കാളിയുമായുള്ള ബന്ധം എത്രത്തോളം ഹെൽത്തിയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോ ഈ വിഷയത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. ഒരു സൈക്യാട്രിസ്റ്റും സെക്ഷുവൽ ഹാപ്പിനെസ് കോച്ചുമായ ഡോക്ടർ അബ്ദുസ്സലാമിന്റെ കാഴ്ചപ്പാടുകളിലൂടെയാണ് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടറുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് മുൻപ്, ആരാണ് ഈ ഡോക്ടർ അബ്ദുസ്സലാം? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ മാത്രം മതിയാകും. നോക്കൂ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 2 മെഡിക്കൽ സ്ഥാപനങ്ങളിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചിറങ്ങിയത്. എയിംസ്, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്ന് MBBS, പിന്നെ നിംഹാൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിൽ നിന്ന് സൈക്യാട്രിയിൽ MDയും. പോരാത്തതിന് മനഃശാസ്ത്ര കൺസൾട്ടിംഗ് രംഗത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല അഭിപ്രായം പറയുന്ന, ഏറ്റവും കൂടുതൽ റിവ്യൂസ് ഉള്ള ഒരു ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വർഷങ്ങളായുള്ള അനുഭവങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണത്. അതായത്, ഒരാളുടെ വ്യക്തിപരമായ സന്തോഷവും ലൈംഗികമായ സന്തോഷവും, ഇത് രണ്ടും രണ്ടല്ല, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന കേസുകളിൽ അദ്ദേഹം കാണുന്ന ഏറ്റവും വലിയൊരൊറ്റ പ്രശ്നം എന്തായിരിക്കും? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് വരുന്നത്. ഡോക്ടർ അബ്ദുസ്സലാം ഇതിനെ വിളിക്കുന്നത് മനസ്സുകളുടെ നിശ്ശബ്ദത എന്നാണ്. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും പങ്കാളിയുമായി തുറന്നു പറയാൻ കാണിക്കുന്ന ആ മടിയുണ്ടല്ലോ, അതുതന്നെ. പല ബന്ധങ്ങളും തകരാൻ കാരണം ഈയൊരു നിശ്ശബ്ദതയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നിശ്ശബ്ദത എന്ന് പറയുന്നത് വെറും വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല, അല്ലേ? ഇതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. ശാരീരികമായ സന്തോഷങ്ങളെക്കുറിച്ചോ ഇഷ്ടങ്ങളെക്കുറിച്ചോ തുറന്നു സംസാരിക്കുന്നത് എന്തോ മോശം കാര്യമാണെന്നൊരു ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് പലപ്പോഴും ബന്ധങ്ങളെ വല്ലാതെ മോശമായി ബാധിക്കാറുണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിശബ്ദതയെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നതിന് അദ്ദേഹം വ്യക്തമായ ഒരു വഴികാട്ടി തരുന്നുണ്ട്. അതാണ് ഈ 4 തൂണുകൾ. ഒരു നല്ല ബന്ധത്തിന് ഈ 4 കാര്യങ്ങൾ ഉറപ്പായും വേണം. 1. എന്തും തുറന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ്. 2. പരസ്പര ബഹുമാനം. 3. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളൊരു മനസ്സ്. 4. ഏതവസ്ഥയിലും കൂടെയുണ്ടാകുമെന്ന് മാനസിക പിന്തുണ. ഇവയാണ് ഒരു നല്ല ബന്ധത്തിന്റെ അടിത്തറ. ഒരു കാര്യം ഓർക്കണം, ഇതൊന്നും വെറും തിയറികളല്ല. സന്തോഷമുള്ള ഒരു ജീവിതം ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രാക്ടിക്കലായ കാര്യങ്ങളാണ് ഇവ ഓരോന്നും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഈ ഒരു ചട്ടക്കൂട് നമ്മൾ മനസ്സിൽ വെച്ചാൽ ലൈംഗികതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്? നമുക്ക് നോക്കാം. ഈയൊരു താരതമ്യം നോക്കൂ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പലരും ചിന്തിക്കുന്നത് ലൈംഗികത എന്നത് വെറുമൊരു ശാരീരികമായ കാര്യം മാത്രമാണെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അത് നമ്മുടെ മാനസികാരോഗ്യവുമായും നമ്മുടെ ആത്മാഭിമാനവുമായും, എന്തിന് നമ്മുടെ ബന്ധത്തിന്റെ ആഴവുമായുമൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇതാണ് ഇതിലെ ഏറ്റവും നിർണായകമായൊരു പോയിന്റ്. ഒരു വ്യക്തിയുടെ ഉള്ളിലെ സമാധാനവും അവരുടെ ബന്ധത്തിലെ സന്തോഷവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മനസ്സമാധാനമില്ലാത്തൊരാൾക്ക് ഒരു ബന്ധത്തിലും പൂർണ്ണമായ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. ഡോക്ടർ അബ്ദുസ്സലാം പറയുന്ന അതിമനോഹരമായൊരു കാര്യമാണിത്. ലൈംഗിക ജീവിതമെന്ന് പറയുന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. പങ്കാളികൾ ഒരുമിച്ച് നടത്തുന്നൊരു യാത്ര. ആ യാത്രയിൽ പുതിയ അനുഭവങ്ങൾ കണ്ടെത്തുന്നു, പരസ്പരം കൂടുതൽ മനസ്സിലാക്കുന്നു, സംസാരം മെച്ചപ്പെടുന്നു. ഈയൊരു കാഴ്ചപ്പാട് തന്നെ എത്ര പോസിറ്റീവാണ്, അല്ലേ? ശരി, അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? പലർക്കും ഇപ്പോഴും ഒരു മടിയുള്ള കാര്യമാണത്. പക്ഷേ ഒന്നോർക്കുക, ഒരു സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായം തേടുന്നത് ഒരു കുറവല്ല. അത് നമ്മുടെ മാനസികാരോഗ്യത്തിന് നമ്മൾ എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അതൊരു ധൈര്യമാണ്. ഈ ഒരൊറ്റ വാചകത്തിൽ എല്ലാമുണ്ട്. ഡോക്ടർ അബ്ദുസ്സലാമിന്റെ കാഴ്ചപ്പാടുകളുടെ എല്ലാം ഒരു രത്നച്ചുരുക്കമാണത്. നമ്മുടെയും നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെയും ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യമാണ്. നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ബന്ധങ്ങളിൽ തുറന്ന സംഭാഷണങ്ങൾ നടക്കുന്നുണ്ടോ?
അതോ ആ മനസ്സുകളുടെ നിശബ്ദത അവിടെയും ഒരു വില്ലനായിട്ടുണ്ടോ? ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്.